എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഇതൊരു എന്താ പറയുന്നത്, ഒരു ഗെയിമാ. അത് ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് കാണുന്നത്. പിന്നെ ഒരു കോംബോ വരുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. അർജുനെ സംബന്ധിച്ച് അർജുൻ നല്ല കുട്ടിയാ, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാ. ശ്രീധുവിനെ സംബന്ധിച്ച് സൗന്ദര്യമുള്ള കുട്ടിയാ. രണ്ടുപേരും ഒരു കോംബോ ഒക്കെ വരുന്നുണ്ടെന്നത് ഒരു പ്രശ്നവും ഇല്ല. എന്താ പറയാ, ഒരു പ്രേമത്തിലോട്ട് പോവാനുള്ള ഒരു അങ്ങനെ ഒരു മൈൻഡ് ഇതുവരെ ഇഷ്ടമാണ് അവന് ഇങ്ങനെ മോഡലിംഗ് ഫീൽഡ് ഒക്കെ ആണെങ്കിലും അവന് ഇഷ്ടം ഈ നാടൻ ടൈപ്പ് കുട്ടികളെയാ. അങ്ങനെ കുറച്ച് അടക്കോ ഒതുക്കോ. ഇവൻ ഞാൻ വേറെ ഇപ്പൊ എന്തെങ്കിലും ഇട്ട് ഞാൻ പറയാം, എന്നോട് പറയാം എന്റെ അച്ചു നിനക്കൊന്നും ചേരത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഇടും, ഇങ്ങനെ കോലം കെട്ടാന്നൊക്കെ എന്നോട് ഇടയ്ക്ക് അങ്ങനെ പറയും. അങ്ങനെ ആ സമയത്തൊക്കെയും എന്താ പറയാ, അന്നേരം നാടൻ ക്യാരക്ടറാ ചെയ്യുന്നെങ്കിൽ അവൻ പറയും അതാ നല്ലത്, നിനക്ക് ഇതാ രസം. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇപ്പോഴും അവനെങ്ങനെയാ നടക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഒരു പ്രേമം തലക്ക് പിടിച്ചാല് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ, കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ? കരിയറല്ലേ നമുക്ക് ആവശ്യം. അതെ, പക്ഷെ എന്നാലും പ്രേമം വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല. അത് വന്നു പോയാലോ അറിയാം. പ്രേമിക്കാം, വൺ സൈഡ് പ്രേമിക്കാം, ടു സൈഡ്. എന്റെ മോനെ പ്രേമിച്ചോട്ടെ. ഓ അങ്ങനെ പ്രേമിക്കില്ല, വിട്ടുകൊടുക്കില്ല. അതിനൊരു സമയമുണ്ട്, വരുമ്പോ വരുന്നാലും വരട്ടെ. മോനെ കെട്ടിച്ചോടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല. മോനെ കെട്ടിക്കുക എന്നുള്ളതല്ല, മോന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ നല്ല 2-3 പടങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ ആഗ്രഹിക്കാത്ത അമ്മമാരില്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരെയും പപ്പ അവധിക്ക് വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരിക്കുമ്പോൾ നല്ല പടങ്ങൾ ലാൽ സാറിന്റെ വരുവാണെങ്കിൽ തിയേറ്ററിൽ പോയി കൊണ്ട് കാണിക്കും. അപ്പൊ ഓരോ എൻഡ് വരുമ്പോഴും ഓരോ പുതിയ ന്യൂ ഫേസ് വരുമ്പോഴും ഞാൻ അവന്റെ അടുത്ത് ഇരുന്ന് പറയും, മോനെ ഇത് നീ ആയിരുന്നെങ്കിൽ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്ത് നീ ആയിരുന്നെങ്കിൽ, ഈ കഥാപാത്രം നീ ചെയ്തിരുന്നെങ്കിൽ എന്ന്. അമ്മ ഇമാജിൻ ചെയ്യാറുണ്ടോ അർജുന ഒരു കഥാപാത്രം? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോ നമ്മളൊരു ലവ് ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അതായിരിക്കും മെന്റലി ഇങ്ങനെ, അത് ശരിയാവില്ല. നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ മോൻ എത്തിച്ചേരട്ടെ, എന്നിട്ട് ബാക്കി പിന്നീട് ആലോചിക്കാം. എന്നാലും അർജുൻ ഇതുവരെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലുണ്ടായിട്ടുണ്ട്, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ഞാൻ തോന്നുന്നു ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ബേക്കറി സാധനം മേടിക്കാൻ പോയി നിൽക്കുമ്പോ നല്ല കാണാൻ കൊള്ളുന്ന നല്ല ക്യൂട്ടായ ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കി, ഇവനും നോക്കി. അപ്പൊ കണ്ണുകൾ കൊണ്ട് കഥ എഴുതുക എന്ന് പറഞ്ഞ പോലെ കണ്ണുകൾ കൊണ്ട് മാത്രം കൂട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്നൊക്കെ പറയാനുള്ളൊരു പേടി കാണുമല്ലോ. അപ്പൊ സ്കൂളിൽ ചെന്നപ്പോഴും അസംബ്ലിക്ക് നിൽക്കുമ്പോഴും എന്റെ അർജുനാണ് ഏറ്റവും ബാക്കിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നിൽക്കുന്നത്.